1952 ചെന്നൈ സ്വദേശിയായ പേന വിൽപ്പനക്കാരൻ സി അലവിന്ദർ യാതൊരു തുമ്പും ബാക്കി വയ്ക്കാതെ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനാവുന്നത്. ജെം ആൻഡ് കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു അലവിന്ദർ. ദിവസങ്ങൾ കടന്നുപോയി. ഇയാൾ എവിടെയെന്നതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. തങ്ങളുടെ തൊഴിലാളിയെ കാണാതായതോടുകൂടി കമ്പനി ഉടമയായ കണ്ണൻ ചെട്ടി അലവിന്ദറിന്റെ തിരോധാനം പോലീസിൽ അറിയിച്ചു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആയിടയ്ക്കാണ് ഇൻഡോ സിലോൺ എക്സ്പ്രസിലെ യാത്രക്കാർ ട്രെയിനിന്റെ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലുണ്ടായിരുന്ന ഒരു പെട്ടിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധിക്കുകയും അക്കാര്യം അധികൃതരെ അറിയിക്കുന്നതും. ട്രെയിൻ മനാമദുരയിലേക്ക് അടുത്തപ്പോൾ പോലീസുകാർ കമ്പാർട്ട്മെന്റിലേക്ക് കയറി. പെട്ടി തുറന്നതും അതിനുള്ളിൽ കണ്ടത് വളരെ ഭയാനകമായ ഒരു കാഴ്ചയായിരുന്നു. തലയില്ലാത്ത ഒരു ശരീരം. ആരാണെന്നോ എന്താണെന്നോ മനസ്സിലാക്കാൻ ഒരു സൂചന പോലും ആ ശരീരത്തിലോ പെട്ടിയിലോ അവശേഷിച്ചിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പല സംശയങ്ങളും ഉയർന്നു. ആരാണ് ഈ മനുഷ്യൻ? ആരാണ് ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തത്? ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിലെ റോയപുരം ബീച്ചിൽ മണലിൽ ഭാഗികമായി കുഴിച്ചിട്ട നിലയിൽ ഒരു മനുഷ്യന്റെ തല കണ്ടെത്തുകയുണ്ടായി. ഇത് മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. അങ്ങനെയിരിക്കെയാണ് ബീച്ചിൽ നിന്ന് മനുഷ്യന്റെ തല കണ്ടെത്തിയെടുത്തു നിന്ന് പോലീസിന് ഒരു ഫൗണ്ടൻ പേന ലഭിക്കുന്നത്. അരവിന്ദർ ജോലി ചെയ്ത ജെം ആൻഡ് കമ്പനിയുടെ ലോഗോയുള്ള ഒരു ഫൗണ്ടൻ പേന. കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും ഈ ഫൗണ്ടൻ പേന അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ടുപോയത് അലവിന്ദറിന്റെ ജോലി സ്ഥലത്തേക്കാണ്. അവിടെ വെച്ച് കമ്പനിയുടെ ഉടമസ്ഥൻ അലവിന്ദറിന്റെ കാണാതായ വിവരം സ്ഥിരീകരിച്ചു. പിന്നീട് ചുരുളഴിഞ്ഞത് വലിയൊരു കൊലപാതകവും അതിനു പിന്നിലെ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങളുമാണ്. പ്രണയത്തിന്റെയും വിശ്വാസവഞ്ചനയുടെയും പ്രതികാരത്തിന്റെയും കഥ. ആ കഥ ഇങ്ങനെയാണ്. വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമായ അലവിന്ദർ സ്ത്രീകളെ വശീകരിക്കുന്നതിൽ മിടുക്കനായിരുന്നുവത്രേ. അയാൾ പേനകൾ മാത്രമല്ല, കുറഞ്ഞ വിലയ്ക്കും മറ്റും സ്ത്രീകൾക്ക് സാരികളും വിറ്റുപോന്നിരുന്നു. സാരി ബിസിനസ് വഴി ഇയാൾ നിരവധി കാമുകിമാരെയും സമ്പാദിച്ചു. അവരിൽ ഒരാളായിരുന്നു ദേവകി മേനോൻ. അവൾ അലവിന്ദറിൽ നിന്ന് രക്ഷപ്പെട്ട് പ്രഭാകർ മേനോൻ എന്നയാളെ വിവാഹം കഴിച്ചു. പക്ഷേ അലവിന്ദർ ദേവകിയെ വിടാൻ തയ്യാറായില്ല. അയാൾ അവളെ ഭീഷണിപ്പെടുത്തി, ഉപദ്രവിച്ചു. ഒടുവിൽ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ച ദേവകിയും ഭർത്താവ് പ്രഭാകറും ഒരു പദ്ധതി തയ്യാറാക്കി. ഒരു ഓഗസ്റ്റ് മാസം 28-ാം തീയതി ദേവകി അലവിന്ദറിനെ ചെന്നൈയിലെ സെമിത്തേരി റോഡിലുള്ള തന്റെ വീട്ടിലേക്ക് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ നടന്നത് അതിക്രൂരമായ കൊലപാതകമായിരുന്നു. ദേവകിയും ഭർത്താവും ചേർന്ന് അലവിന്ദറിനെ കൊലപ്പെടുത്തി. അയാളുടെ തലവെട്ടി റോയപുരം ബീച്ചിൽ കുഴിച്ചിട്ടു. തെളിവ് നശിപ്പിക്കാനുള്ള ക്രൂരമായ ശ്രമത്തിന്റെ ഭാഗമായി മൃതദേഹത്തിന്റെ ഉടൽ ഒരു പെട്ടിയിലാക്കി ട്രെയിനിൽ ഉപേക്ഷിച്ചു. എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെ അവർ മുംബൈയിലേക്ക് ഒളിച്ചു കടന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെ ദേവകിയെയും പ്രഭാകരനെയും മുംബൈയിൽ നിന്ന് പോലീസ് കണ്ടെത്തി. അവരെ അറസ്റ്റ് ചെയ്ത് ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു. അക്കാലത്തെ ഏറ്റവും വലിയ സെൻസേഷണൽ വിചാരണയ്ക്ക് കളമൊരുങ്ങി. വിചാരണ പുരോഗമിക്കുമ്പോൾ കോടതി മുറി നിറഞ്ഞു കവിഞ്ഞിരുന്നു. 1953 ഓഗസ്റ്റ് 13 കുറ്റകരമായ നരഹത്യക്ക് പ്രഭാകർ മേനോന് 7 വർഷത്തെ കഠിന തടവും ദേവകിക്ക് 3 വർഷത്തെ തടവും കോടതി വിധിച്ചു. ജഡ്ജിക്ക് പ്രതികളോടുള്ള മൃദു സ്വഭാവത്തെ ചോദ്യം ചെയ്ത് പലരും അക്കാലത്ത് രംഗത്ത് വന്നിരുന്നു. ജയിൽവാസത്തിന് ശേഷം പ്രഭാകറും ദേവകിയും ആരും അറിയാതെ കേരളത്തിലേക്ക് താമസം മാറി. അവർ കേരളത്തിൽ ഒരു ചായക്കട തുടങ്ങുകയും അത് പിന്നീട് ഹോട്ടൽ ബിസിനസ്സായി മാറുകയും ചെയ്തു. ഒരിക്കൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന അവരുടെ ഭൂതകാലം അപ്രത്യക്ഷമായെങ്കിലും കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഫോറൻസിക് തെളിവുകളുടെയും അപ്രതീക്ഷിതമായ കണ്ടുപിടുത്തങ്ങളുടെയും പങ്ക് മനസ്സിലാക്കി തരുന്ന ഒരു പാഠപുസ്തകമായി ഈ കേസ് മാറുകയാണുണ്ടായത്.